നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറയാനുള്ള കോണ്ടെക്സ്റ്റ് സന്ദർഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനു അടിമാലി നമ്മുടെ സ്റ്റാർ മാജിക് താരമായിട്ടുള്ള ഐശ്വര്യ രാജീവിന്റെ കല്യാണത്തിന് പോയി. അപ്പോൾ കുടുംബത്തോടൊപ്പമാണ് പോയത്. ബിനു അടിമാലി ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഒപ്പം ബിനു അടിമാലിയുടെ മകളുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പോയ സമയത്ത് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ യൂട്യൂബിൽ വരുമല്ലോ, സ്വാഭാവികമല്ലേ. കാരണം ഒരു സിനിമാ നടി ആയിക്കോട്ടെ, സീരിയൽ താരമായിക്കോട്ടെ, കുറച്ച് സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ കല്യാണം എന്ന് പറയുന്നത് മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാകരയാണ്. അപ്പോൾ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ യൂട്യൂബിൽ വന്ന സമയത്ത് ബിനു അടിമാലിയുടെ മകൾക്ക് നേരെ ബോഡി ഷേമിങ് കമന്റ്സുകൾ ഉണ്ടായി. അപ്പൊ മകളുടെ കുട്ടിയുടെ പല്ല് ശകലം ഒന്ന് കളന്നതാന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, കമന്റ് ഇടുന്നത്. ആ കുട്ടിയെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ബിനു അടിമാലിയെ അധിക്ഷേപിച്ചാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബിനു അടിമാലിയാണ്. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബിനു അടിമാലി എയറിൽ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ബോഡി ഷേമിങ് കോമഡി വെച്ചിട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിനു അടിമാലിയുടെ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള മിക്ക കൊമേഡിയൻസും മിമിക്രി താരങ്ങളും ഒക്കെ ഈ ബോഡി ഷേമിങ്ങിൽ അഗ്രകണ്ഠരാണ്. ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് പല രീതിയിൽ പല ഭാവത്തിൽ കോമഡി അടിച്ചിറക്കുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. അപ്പൊ ഈ ഒരു സമയത്താണ് ഒരു 5-6 വർഷമായതേ ഉള്ളൂ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്ന കോമഡി ഒക്കെ തന്നെ എന്താണ് നമുക്ക് വൾഗർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കോമഡി കേട്ട് തല തല്ലി ചിരിച്ചു പറഞ്ഞവരായിരിക്കും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മാറി നിന്നിട്ട് അവർ ബോഡി ഷേമിംഗ് അല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഇവരെ കളിയാക്കുന്നത്. ഇങ്ങനെയുള്ള കമന്റുകൾക്കും ഇങ്ങനെയുള്ള കോമഡിക്കും ഒക്കെ ചിരിക്കാൻ ആളുണ്ടായത് കൊണ്ടാണ് അവർ ഈ കോമഡി പറയുന്നത്. അപ്പൊ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയല്ല. ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ട് ഒരാളെ കളിയാക്കുക, കോമഡി ആണെന്നുള്ള രീതിയിലെങ്കിലും ഒരാളെ കളിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ബിനു അടിമാലിയുടെ മകളെ കളിയാക്കുന്നതും ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അത് സ്വന്തം വീട്ടിലേക്ക് നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ബിനു അടിമാലി തന്നെ ഏതൊരു സ്റ്റാർ മാജിക്കിലെ ഏതൊരു എപ്പിസോഡിൽ ഒരു വ്യക്തിയുടെ പല്ലിനെ കളിയാക്കിയിട്ട് ചിലവ് പോലെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കി കോമഡി ഇറക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതെല്ലാം മുന്നോട്ട് വെച്ചിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ബിനു അടിമാലിയുടെ മകളെ കളിയാക്കുന്നത്. അപ്പൊ ആ ഒരു മോളൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന് തോന്നുന്നു, ചെറിയ ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയാളോടുള്ള ദേഷ്യം അല്ലെങ്കിൽ അയാളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ മകളിലല്ല അത് തീർക്കേണ്ടത്. ഇപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയണോ നിർബന്ധമുണ്ടോ? അയാൾ ഒരു ബോഡി ഷേമിംഗ് കോമഡി പറയുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അയാളെ ബോഡി ഷേമിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അയാൾ നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ ആ കുട്ടിയുടെ മുകളിലല്ല നിങ്ങൾ തീർക്കേണ്ടത്. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടി അത് അറിയുകയാണെങ്കിൽ, അത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് എന്തോരം വിഷമം ഉണ്ടാകും, ആ മോക്ക് എന്തോരം വിഷമം ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ബോഡി ഷേമിംഗ് കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് പല്ല് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നോക്കിക്കോളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടി ചെയ്തോളൂ. അത് നമ്മളെ ബാധിക്കുന്ന ഒരു കൺസേണേ അല്ല, നമ്മളെ ബാധിക്കുന്ന ഒരു സംഭവമേ അല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബോഡി ഷേമിംഗ് ചെയ്യുന്നവര് ഈ കാര്യം പറഞ്ഞിട്ട് അങ്ങ് ചിരിച്ചങ്ങ് തള്ളും. പക്ഷേ ഇത് അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമല്ല. മറ്റുള്ളവരെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, ആൾക്കാർ തലതല്ലി ചിരിക്കുമായിരിക്കും. ഈ അനുഭവിക്കുന്ന വ്യക്തിയും ചിലപ്പോൾ എല്ലാവരും ചിരിക്കുന്നത് കണ്ടിട്ട് വെളിയിൽ ചിരിച്ച് കാണിക്കുമായിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് ചിരിയായിരിക്കത്തില്ല, നല്ല രീതിയിൽ പൊളിഞ്ഞിരിക്കുമായിരിക്കും. നല്ലപോലെ ഹേർട്ട് ആവുന്ന ഒരു സംഭവമാണ് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം പല രീതിയിൽ ഒരു വ്യക്തിയെ ബോഡി ഷേമിംഗ് ചെയ്യാറുണ്ട്. അയാളുടെ ശരീരത്തിന്റെ ആകൃതി, ഷേപ്പ്, മുഖത്തിന്റെ ആകൃതി, മുഖത്തിന്റെ ഷേപ്പ്, തലമുടി, മൂക്ക്, കണ്ണ്, വായ എന്ന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും എടുത്ത് എന്ത് ചെയ്യും, ആളുകൾ ബോഡി ഷേമിംഗ് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വൾഗർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് എത്രത്തോളം അത് അഫക്റ്റ് ചെയ്യും ഒരു വ്യക്തിയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു സന്ദർഭം ഞാൻ പറയാം. ഒരു പെൺകുട്ടിയെ സ്കൂളിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യക്തി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളിയാക്കുക എന്ന് പറയുന്നത്, ആ കുട്ടിക്ക് കുറച്ച് വണ്ണമുണ്ട്, അത്യാവശ്യം നല്ല ഗുണ്ട് പണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടിയെ വേറെ ആൺകുട്ടികൾ ചേർന്നിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളിയാക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വണ്ണത്തെയാണ് കളിയാക്കുന്നത്. നീ ഗുണ്ടുമണിയല്ലേ, നീ 2-3 പ്ലേറ്റ് ചോറ് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു നേരം കഴിക്കുന്നത് കൊണ്ടാണ് നിന്നെ കളിയാക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ പതറുന്ന ഒരു സ്വഭാവക്കാരിയല്ല. പക്ഷെ എന്ത് ചെയ്യാണ്, അപ്പം എന്ത് ചെയ്യും, ഇവരുടെ ഈ ഒരു ശല്യം തീർക്കാം എന്നുള്ളൊരു രീതിയിൽ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, തൊട്ടപ്പുറത്ത് നിന്ന് 2-3 സാറുമാർ അവിടെ നിൽപ്പുണ്ട്. സ്കൂളിൽ വെച്ചാണല്ലോ സംഭവം. സാറുമാരോട് പോയി പറയുവാണ്, ഇതുപോലെ 2-3 പ്ലേറ്റ് ഒരു നേരം ചോറ് കഴിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വണ്ണം വെക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അല്ലെങ്കിൽ റേഷൻ കടയിലെ അരി മുഴുവൻ ഞാനാണ് തിന്നുന്നത് എന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കുകയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ സാറിനോട് പോയി പറയുന്നു, സാറുമാരോട് പറയുന്നു. അപ്പൊ സാറുമാരുടെ തിരിച്ചുള്ള റെസ്പോൺസ് ആ കുട്ടി എന്തുമായിരിക്കും പ്രതീക്ഷിക്കുന്നത്?
ആ ആൺകുട്ടികളെ ഒന്നുകിൽ വഴക്ക് പറ അല്ലെങ്കിൽ അടിക്കുക, ഈ ഒരു കാര്യമായിരിക്കുമല്ലോ ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലെങ്കിലോ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്ലൈ അതല്ലെന്നുണ്ടെങ്കിലോ എന്തായിരിക്കും? അങ്ങനെ അല്ലായിരുന്നു ആ പെൺകുട്ടിക്ക് കിട്ടിയത്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ ചെറുക്കനെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഈ സാറുമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഭാവം ഉണ്ടാവുന്നത്? പക്ഷെ ആ കുട്ടിക്ക് തോന്നിയത് പുച്ഛമാണ്. കാരണം ഇവരോടാണല്ലോ ഞാൻ പോയി പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള പുച്ഛമാണ് തോന്നിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലെടുക്കുന്ന സ്വഭാവക്കാരിയൊന്നുമല്ല. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞത് കൊണ്ട് അങ്ങ് തീരും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, 2-3 പേര് ആ ഒരു കോമഡിക്ക് ചിരിച്ചു, അത് കഴിയുമ്പോൾ അതങ്ങ് തീരും. പക്ഷേ ഈ അനുഭവിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കും. അപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടി ഇത് അനുഭവിച്ചത് 6ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടിക്ക് 25 വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷക്കാലമായിട്ട് ആ പെൺകുട്ടി ആ ഒരു സന്ദർഭം മറന്നിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ തീരാത്ത ഒരു വിടവ് അല്ലെങ്കിൽ ഒരു ഹേർട്ട് ഉണ്ടാക്കിയെടുക്കാതെ ഇരിക്കുക. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വൾഗറായിട്ടുള്ള മോശപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം നമ്മളായിട്ട് ചെയ്യാതെ ഇരിക്കുക. നമ്മൾ ആദ്യം നമ്മളുടെ ശരീരത്തിലേക്ക് നോക്കുക, നമ്മുടെ മനസ്സിലേക്ക് നോക്കുക. നമ്മൾ പെർഫെക്റ്റ് ആണോ? നമ്മൾക്ക് ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും, ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും കളിയാക്കാൻ വേണ്ടി പോകാതെ ഇരിക്കുക. ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയാളോട് ചെയ്യുമ്പോൾ അയാൾ നമ്മൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള വ്യത്യാസവും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്മളോട് ഒരാൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആ ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മളും ആരോടും ചെയ്യാതെ ഇരിക്കുക. അങ്ങനെ സ്വയം എല്ലാ ആൾക്കാരും മാറാൻ ശ്രമിക്കുമ്പോൾ, മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ എന്താകത്തുള്ളൂ, നമ്മൾ മാറത്തുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഞാനും കുഞ്ഞിലെ ആ ഒരു സമയത്തൊക്കെ ഞാനും ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന അത്ര വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അത്ര ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമാണ്, ഇങ്ങനെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ എന്നെ ആരെങ്കിലും ബോഡി ഷേമിംഗ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഞാനും ആ ഒരു മാർഗ്ഗം ഉപയോഗിച്ചിട്ടായിരുന്നു തിരിച്ചു എന്ത് ചെയ്യുന്നത്, അയാളോട് റിയാക്ട് ചെയ്തത്. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വളർന്ന് വന്ന് കഴിയുമ്പോഴാണ് ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരാളോടും പറയാൻ പാടില്ല, അയാളുടെ കളർ വെച്ച്, നിറം വെച്ച്, ഇത് വെച്ചിട്ട്, രൂപം വെച്ചിട്ട്. കാരണം ഞാൻ സ്വയം ചിന്തിക്കും, എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തുമായിരിക്കും ഫീൽ ആകുന്നത്, എനിക്ക് വിഷമം വരുമായിരിക്കും. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ട് ഞാൻ ആരെങ്കിലും അങ്ങനെ പറയുവാണെങ്കിലോ അയാൾക്കും വിഷമമായിരിക്കും വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു സന്ദർഭം ഇല്ലാതെയാക്കുക, ആ സന്ദർഭം മാക്സിമം ഒഴിവാക്കുക. എന്നെ കൊണ്ട് അങ്ങനെ ഒരു വിഷമം മറ്റൊരാൾക്ക് ഉണ്ടാക്കാതെ ഇരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും 100% പെർഫെക്റ്റ് അല്ല, നമ്മൾ ആരും തന്നെ ഒരു വ്യക്തിയും 100% പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളിലേക്കും ഇംപെർഫെക്ഷൻസ് കാണാതെ ഇരിക്കുക. എല്ലാ ഇംപെർഫെക്ഷൻസിലും ഒരു പെർഫെക്ഷൻ ഉണ്ട്. ആ പെർഫെക്ഷൻ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം മൊത്തം പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ചേഞ്ചായി ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന സംഭവമേ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യണം, നമ്മൾ സ്വയം തീരുമാനിക്കണം, സ്വയം ചിന്തിക്കണം. മറ്റൊരു വ്യക്തി ചെയ്യുന്നത് പോലെ നമ്മൾ തിരിച്ചയാളോട് ചെയ്തു കഴിഞ്ഞാൽ അയാൾ നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല.